ലാ തഖൂമുസ്സാഅ, നബി തങ്ങൾ പറയുന്നു അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന തുർക്ക്, മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളോട്, ചൈന, ജപ്പാൻ, മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട് അവരോട് യുദ്ധം നടക്കാതെ അന്ത്യനാൾ നടക്കുകയില്ല. വുജൂഹുഹും കൽമിജാനിൽ മുത്റഖ, അവരുടെ മുഖം കണ്ടാൽ ഒരു പരിച കമിഴ്ത്തി വെച്ച പോലെ തോന്നും. യൽബസൂന അശ്ശഅറ വയംശൂന ഫിശ്ശഅരി, അവരുടെ വസ്ത്രം മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അവർ ധരിക്കുന്ന ചെരുപ്പ് മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളാണ്. ഫർ ഉപയോഗിച്ചുണ്ടാക്കുന്ന കുപ്പായം. തണുപ്പ് രാജ്യങ്ങളാണെന്നർത്ഥം. അതിന്റെ അർത്ഥം അതാണ്, തണുപ്പ് രാജ്യങ്ങളാണ്. ചെരുപ്പും മൃഗത്തിന്റെ തോലുകൊണ്ട്, അവരുടെ വസ്ത്രവും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രവും ഉള്ള ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഇമാം മഹ്ദിയുടെ കാലത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഗാറൽ അയുനി ഹംറൽ വുജൂഹ്, മുഖം ചമന്നവരാണ്, കണ്ണ് ചെറിയവരാണ്. ദുൽഫൽ ഉനൂഫ്, ചെറിയ മൂക്കാണ്, ആ മൂക്ക് തന്നെ ചപ്പിക്കിടക്കുന്നതാണ്. നബിതങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നബിതങ്ങൾ അതിനെ വിശദീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനമായി നടക്കുന്ന 4 യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം. നമ്മുടെ ബാക്കിയുള്ള സമയം അതിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇമാം മഹ്ദി തങ്ങൾ വരുമ്പോൾ നടക്കുന്ന അത്ഭുത ഇടപെടലുകൾ ഇങ്ങനെയാണ്. ഒന്ന്, ജസീറത്തുൽ അറബുമായുള്ള യുദ്ധം നടക്കും. തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, പേർഷ്യക്കാരുമായുള്ള യുദ്ധമാണ്. ഇറാൻ ആ രാജ്യം, അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള യുദ്ധമാണ്. 3ാമത്തേതാണ് അൽ മൽഹമത്തുൽ കുബ്ര. ഇതൊരു വിശദമായിട്ട് പറയേണ്ട സംഭവമാണ്, സമയം കിട്ടുമെന്നറിയില്ല. അൽ മൽഹമത്തുൽ കുബ്ര, അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസാണ് നമ്മൾ പറയുന്നത്, പത്രവാർത്തയല്ല, ഇത് ഹദീസാണ്. നബി തങ്ങൾ പറയാൻ ഇന്നതൊക്കെ നടക്കാൻ പോകും. തങ്ങൾ പറഞ്ഞ ഒരുപാട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ പറ്റി നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മൽഹമത്തുൽ കുബ്ര, അതിനാണ് ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ സംഭവത്തെക്കുറിച്ചാണ്. ഹർമജദൂൻ, മഅറഖത്ത് ഹർമജദൂൻ. ആ യുദ്ധം നടക്കുമ്പോ അത് യൂറോപ്പുമായി, അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ്. നബി തങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കാലമുണ്ടാവും. ആ കാലാണ് ഇപ്പോഴത്തെ കാലം. അവരുമായി ധാരണയിൽ ഒപ്പിലാണ്, അവരുമായി ഉടമ്പടിയുണ്ട്, അവരുമായി നമുക്ക് കോൺട്രാക്റ്റുകളുണ്ട്. അതിനുശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച്, അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യരാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു. ആ ശത്രു ആരാണ്? ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ്, അറിയില്ല, ആരാണെന്നറിയില്ല, ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യരും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ, ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശുയർത്തിപ്പിടിക്കുകയും ഇതാ കുരിശിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും. അവിടെ ഒരു വധം നടക്കും, കൊലപാതകം നടക്കും. തന്റെ മതത്തെ അവർ ചീത്ത പറഞ്ഞോ, തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യനവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ്. അതിനെയാണ് അൽ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ യുദ്ധമെന്ന് നബി തങ്ങൾ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് കിടക്കുന്നത്. ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യൻസിലർ റൂമു ഫിൽ അമാഖ് ഔ ബിദാബിഖ്, ദാബിഖിലോ അമാഖിലോ. അത് ഹദീസ് കേട്ട സഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ ദാബിഖ് എന്ന് പറഞ്ഞോ അമാഖ് എന്ന് പറഞ്ഞോ അറിയില്ല. ദാബിഖ് ഇന്നത്തെ സിറിയയിലെ ഡമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിഖ്. ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാൾ നടക്കില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്.
നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിയെന്ന് തോന്നിപ്പോവാണ്. അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് റബ്ബേ ഇത് പോകുന്നത്? അമേരിക്കൻ സൈന്യം, യൂറോപ്പിന്റെ സൈന്യം ദാബിഖിൽ ഇറങ്ങും. ദാബിഖ് എന്ന് പറയുന്നത് സിറിയയിലെ ഡമസ്കസ് എന്ന നഗരത്തിന്റെ പരിസരമാണ്. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, حتى ينزل الروم بدابق فيخرج إليهم جيش من المدينة. ഡമസ്കസ് കേന്ദ്രമായി താവളമാക്കി വെച്ചിരിക്കുന്ന ആ ബേസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ നിന്നൊരു സൈന്യം വരും. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ബിഖിയാദത്തിൽ മഹദി മിൻ ഖിയാരി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിലുണ്ടാവുക. യൗമഇദിൻ ഫഇദാ തസ്വാഫു, അവർ യുദ്ധത്തിന് സഫ് സഫായി ലൈനായി നിൽക്കുമ്പോ, അതൊരു കവാൽറിയാണ്, അത് കാലാൾപ്പടയാണ്, യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ ഖാലത്തിർ റൂം, റോമക്കാര് പറയും, ഖല്ലു ബൈനനാ വബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഈ റോം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂറോപ്യൻസ്, അമേരിക്കൻസ് എന്നാണ്. അവര് പറയും, റോമക്കാര് പറയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയും എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആ വലിയ യുദ്ധം നടക്കുമ്പോ ഒരുപാട് ആളുകൾ, യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നുവരും എന്നതിൽ സൂചനയുണ്ട്. ഒരുപാട് ആളുകൾ വരും, അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക. ഞങ്ങളെന്ന മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവർ പറയും. അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ ഫയഖൂലുൽ മുസ്ലിമൂൻ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്, പ്രബലമായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ ഇതിന് മറുപടി കൊടുക്കും, ലാ വല്ലാഹ് ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണിപ്പോ. യൂറോപ്യരാണവര്, അമേരിക്കൻസാണ്, പക്ഷെ അവർ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും. ഫയുഖാതിലൂനഹും, അതിന്റെ പേരിൽ റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ഫയൻഹജിമു സുലുസുൻ, അതിൽ 1/3 പിന്തിരിഞ്ഞോടും. മുസ്ലിം സൈന്യത്തിലെ 1/3 പിന്തിരിഞ്ഞോടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അത്ര ഇതിനർത്ഥം. കാരണം വേറൊരു ഹദീസുണ്ട്, യസീർ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഹാജത്ത് റീഹുൻ ഹംറാ ഫിൽ കൂഫ, കൂഫയിൽ ഒരു ചമന്ന കാറ്റടിച്ചു വന്ന്, റിയാഹുൻ ഹംറാ, ചമന്ന കാറ്റടിച്ചു ഇറാഖിന്റെ കൂഫയിൽ. അപ്പോഴാണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ, അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, ജാഅത്തിസ് സാഅ, ഖിയാമത്ത് നാളെ വന്നു, ഖിയാമത്ത് നാളെ വന്നു ഇബ്നു മസ്ഊദേ, ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കാണ്. ഫഖഅദ, മഹാനവർ ചാരിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കണം ആലിമീങ്ങളുടെ അവസ്ഥ നോക്കണം, അവർ പെട്ടെന്ന് ഇടപെടുകയാണ്, അവരെ ഉണരുകയാണ്. അവരെഴുന്നേറ്റ് നിന്നിട്ട് വിഷയം പറയാൻ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ലാ യുഖ്സമ മീറാത്ത്, അന്ത്യനാളിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്ത കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട്. എന്തിന്? സ്വന്തം ആങ്ങളെയും പെങ്ങളും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല, ഇപ്പൊ വേണ്ട, ആയിട്ടില്ല, ഒപ്പിടൂല, ഞങ്ങൾക്ക് അത്ര പോരാ, ഇത്ര. അള്ളാഹുവിന്റെ ശറഅ്, ദീനിന്റെ ശറഅ്, ആണോഹരി ഇത്രയാണ്, പെണ്ണിന് ഇത്രയാണ്, ഉമ്മാക്ക് ഇത്രയാ, ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കെ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ, 4 സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ, ഒന്നോർക്കുക, അന്ത്യനാളിന് ഇബ്നു മസ്ഊദ് എന്നവർ പറയാ, നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചമന്ന കാറ്റ് അന്ത്യനാളിന്റെ അടയാളമെന്ന് പറയല്ലേ, കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് എന്നവരെ ഈ യുദ്ധത്തിന്റെ കഥ പറയും. وتكون عند ذاكم القتال ضدة شديدة. റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും. അതാണ് നബി തങ്ങൾ പറയുന്നത്, സൈന്യത്തിന്റെ 1/3 പിന്തിരിഞ്ഞോടും, 1/3 പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ, ആ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടാവില്ലേ, ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും.
പിന്നെ യൻഹസിമു സുലുസും മിൻ ജയ്ശിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണുണ്ടാവുക, അവരവിടെ ഷഹീദാകും. ഹും അഫ്ളലു ശുഹദാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഡമസ്കസിന്റെ ദാബിഖിൽ ക്യാമ്പ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് ആ സൈന്യത്താൽ വഫാത്താകുന്ന ഷഹീദാകുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ്. മൂന്നിൽ ഒന്നിന് അള്ളാഹു വിജയം തരും. സൈന്യം 3 വിഭാഗമായി കൂട്ടിയാൽ അതിലൊന്ന് പിന്തിരിഞ്ഞോടി, ഒന്ന് മരിച്ചു ഷഹീദുകളായി, അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു. ലാ യുഫ്തനൂന അബദാ, അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല.